ഇക്ക നമസ്കാരം. നമസ്കാരം. പയ്യെ സൂക്ഷിച്ചൊക്കെ പിടിക്കണം. കണ്ടോ മുസ്താദിക്ക, വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. സുഖായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ? സൂപ്പറായിട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് പോകണം. മിസ്റ്റർ ഭാരതൊക്കെ അടിച്ചു, മിസ്റ്റർ ഇന്ത്യ ഒക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? 2025 എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ലൈഫിലെ ഏറ്റവും മധുരമുള്ള ടൈറ്റിലായിരുന്നു അത്. അത് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഞാന് പിന്നെ മത്സരിക്കാൻ ആഗ്രഹിച്ച അത്ലറ്റും കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ കൂടെ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരാഗ്രഹം കൊണ്ട് മത്സരം, പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കത് ടൈറ്റിൽ വന്നു. എന്താ പറയാ, ഇപ്പം കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാ രീതിയിലും ഭയങ്കര സഹകരണവും കാര്യങ്ങളും? നല്ല സപ്പോർട്ടീവായിട്ട് സന്തോഷാവട്ടെ, ഇവിടെ ജിമ്മിന്റെ ഓണറാണ്, ഇസാക്ക്, ഗണേഷ് ഗോപാല്, ഇവരൊക്കെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് പേഴ്സണലി. അത്രയും മിഡ് നൈറ്റിലൊക്കെ വിളിക്കും അവര്, അത്രയും നന്നായിട്ട് ട്രാക്ക് ചെയ്ത് പോയിരുന്ന സംഭവം. പിന്നെ ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്കുള്ളതാണ്. അവരാണ് എന്നെ വിളിച്ചത് ടൈറ്റിൽ അടുപ്പിച്ച്, എന്നെ കൊണ്ട് അടുപ്പിച്ചതാണത്. ചേട്ടൻ എന്തായാലും വർക്ക്ഔട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയും കാര്യങ്ങളും ഒന്നും കാണില്ല. പക്ഷെ എന്നാലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പുഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ സുഖം. ഞാൻ എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് ആണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വർക്കൗട്ടുകൾ. പക്ഷെ അവരാണ് ഇതിന് മോട്ടിവേഷൻ കറക്റ്റ് തന്നത്. ആ മത്സരത്തിന്റെ തലേ ദിവസം, ഒരു ദിവസം മുന്നേ വരെ ഞാൻ മത്സരം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവരാണ് മോട്ടിവേഷൻ തന്നിട്ട് കയറി വാ, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട്. സമയമുണ്ടല്ലോ, ഓൾറെഡി ട്രാക്കിലുള്ള ബോഡിയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ട് പെട്ടെന്ന് മാറ്റം സംഭവിച്ചെടുക്കാം. അങ്ങനെ നിൽക്കുന്ന അത് അവർക്കറിയാം. അതിന്റെ മുന്നേ 2 ടൈറ്റിൽ അടിച്ച് നിൽക്കാന്ന് അതിന്റെ മുന്നുള്ള 2 ഓപ്പൺ സ്റ്റേറ്റ്, മിസ്റ്റർ കേരളി ഒക്കെ അടിച്ച് നിൽക്കുന്നു. അപ്പൊ അവർക്ക് അറിയാം എന്റെ ബോഡി എങ്ങനെയാന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യമായിട്ട് പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിക്ക് ബോഡി എത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷനില്. അതുകൊണ്ട് അപ്പൊ പറഞ്ഞ റിസ്ക് എടുക്കണ്ട, കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പം റിസ്ക് എടുക്കണ്ട. പിന്നെ ഈ മത്സരത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയതല്ല. അപ്പം ഞാനൊരു പ്രോ മത്സരം ചെയ്യണം ആഗ്രഹിച്ച് നിൽക്കുന്ന അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ സ്റ്റേജ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാം എന്നുള്ള പെട്ടെന്നൊരു പ്രിപ്പറേഷന് അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ഫുഡും കാര്യങ്ങളൊക്കെ, ഡയറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നോക്കുക? അതായത് പ്രത്യേകം ഒരു ഡയറ്റ് ഫോർമാറ്റ് ഒക്കെ ഉണ്ടോ? പ്രത്യേകം ഡയറ്റ് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം ഓഫ് സീസണിന്ന് ഇൻ സീസണിക്ക് വരുമ്പോൾ പിന്നെ പീക്ക് വീക്ക് ഇൻ സീസണിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ഇച്ചിരി കൂടെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് വരും. ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാനേ പറ്റില്ല. കാർബ് കട്ട് ചെയ്യണം, ചോറ് കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഇപ്പൊ പൊതുവെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തില് ഇപ്പൊ ചോറ് കാർബ് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പകരം ചപ്പാത്തി അങ്ങനത്തെ ഉള്ള മില്ലറ്റ്സ് ആഡ് ചെയ്യാനിട്ട് കുറച്ചുകൂടി ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഓണത്തിനൊക്കെ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കേണ്ട വരുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ഈ ഒരു ഫോർമാറ്റ് വരുന്നത്? കാർബാണോ അതോ കാർബോഹൈഡ്രേറ്റ്? നമുക്ക് എല്ലാം കാർബോഹൈഡ്രേറ്റ്. റൈസ് മാത്രമല്ല, നമ്മളിവിടെ അതൊരു മുന്നേ ട്രഡീഷണൽ ആയിട്ട് എടുത്തൊരു ഭാഗമായിട്ട് എടുത്തൊരു ഫുഡുണ്ട്. അതുകൊണ്ടാണ് ഈ റൈസ് എന്നുള്ളൊരു കാർബോഹൈഡ്രേറ്റ്. ഇപ്പം ചപ്പാത്തിന്നും സ്വീറ്റ് പൊട്ടാറ്റോ, ഓട്സും, പാസ്ത, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുന്നത്. ഡയറ്റ് ഫോളോ ചെയ്യുന്ന മിക്ക ആൾക്കാരും ചപ്പാത്തി കഴിച്ചാൽ മതി, കുഴപ്പമില്ല എന്നുള്ള അതും ക്വാണ്ടിറ്റിയാണ്. അവിടെ ക്വാണ്ടിറ്റിയാണ് വെച്ചാൽ ക്വാണ്ടിറ്റി വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര ഇപ്പം 100 ഗ്രാം ആകുമ്പോൾ എത്ര കാർബോഹൈഡ്രേറ്റ് കിട്ടി എന്ന് നോക്കണം നമ്മൾ. എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരും. ഫാറ്റ്സ് എടുക്കുകയാണെങ്കിലും എത്ര ഗ്രാം ഫാറ്റ്സ് വേണം, പ്രോട്ടീൻ എടുക്കുകയാണെങ്കിലും എല്ലാം മെഷർമെന്റ് വളരെ ആക്യുറേറ്റ് ആവണം. ഇച്ചിരി ആദ്യമൊക്കെ ചേട്ടന് ചെയ്യുമ്പോഴേക്കൊക്കെ കുറച്ച് മടിയൊക്കെ തോന്നാറുണ്ട്. കാരണം ഇപ്പം നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു? കറക്റ്റായിട്ട് ഹെൽത്ത് ഒക്കെ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു? ഇല്ല, മുന്നേ ഞാൻ ഫുട്ബോൾ ഇതൊക്കെ കളിച്ച് അങ്ങനെ നടന്നിരുന്നു. ഇന്റർമീഡിയറ്റ് ഒക്കെ ഫുട്ബോളായിരുന്നു. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബോഡി ബിൽഡിങ്. പിന്നെ ബൈ ബർത്ത് ഒരു ജനറ്റിക് ഉള്ളൊരു ബോഡിയായി. അത് ഞങ്ങള് 5 ആൺമക്കൊക്കെ ഉണ്ടത്, പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പം ഞങ്ങൾക്കല്ല ഇന്നെക്കാളും ബോഡിയുള്ളവരാന്ന് ചേട്ടനും അനിയന്മാരല്ല. അവരെല്ലാം 2 ആള് മത്സരം ചെയ്തിട്ടുണ്ട്.
ഒരാൾ ഇപ്പോഴും ബോഡി ബിൽഡറായിട്ട് നിൽക്കുന്നത്, പക്ഷെ മത്സരം ഒന്നും ചെയ്യുന്നില്ല, ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം അവര് ഒരു പക്ഷെ പിന്നെ ചെയ്യാണ്ടിരുന്നത്. ഞാനിത് പലവട്ടം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും സ്ട്രഗിൾ ചെയ്തിട്ട് കയറി വന്നിട്ടുള്ളതാണ്. ചേട്ടൻ വർക്കൗട്ട് നടക്കട്ടെ, ഞാൻ അതിന്റെ ഇടയിൽ ചോദിച്ചോളാം. കാരണം എന്താ പറയാ, കറക്റ്റ് ഷെഡ്യൂളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് നടക്കട്ടെ, ഞാൻ അതിന്റെ ഇടയിൽ ചോദിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വർക്കൗട്ട് മാത്രം ആക്കണ്ട, നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ചേട്ടൻ എന്നെ തോപ്പിക്കാൻ പറ്റുമോ നോക്കാം. പ്ലാൻ അടിക്കാം. എന്ത് ഇതൊക്കെ എനിക്ക് സിമ്പിളാ. പിടിച്ചോ കിട്ടാ പിടിച്ചോ. ടൈം നോക്കും. Ready 1 2 3 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. 1 minute 37 seconds later. ഇതില്ലേ, ഇത് ശരിയല്ല കേട്ടോ. മാറ്റ് മാറ്റ് ശരിയല്ലാത്തോണ്ട് ഇല്ലെങ്കിൽ ഞാൻ കുറെ നേരം നിന്നേനെ. നിക്കും എന്നാലും എത്ര മിനിറ്റ് നിന്നിട്ടുണ്ടാവും? 1.5 മിനിറ്റ്. 1.5 മിനിറ്റ് ഉണ്ടല്ലേ? അപ്പൊ ജയിച്ച്. അതെനിക്കറിയായിരുന്നു ചേട്ടൻ തന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പിന്നെ ചുമ്മാ പറയണമല്ലോ, നമ്മളിത്തിരി ഇതില് പവറിൽ തന്നെ പറയണമല്ലോ. അതെ, തോൽക്കാൻ പാടില്ലല്ലോ പറച്ചില്. അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഞാൻ തോറ്റു കഴിഞ്ഞാൽ ചേട്ടൻ്റെ മുതുകത്ത് കയറി പുഷം എടുക്കണമെന്ന്. എൻ്റെ അല്ല കേട്ടോ, ചേട്ടൻ്റെ. ഞാനങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ മറ്റേ പാണ്ടിലോറി കയറിയ തവള പോലെ. അപ്പോൾ ആ ഒരു ടാസ്കിന് റെഡിയാണോ അടുത്തത്? അതിന് മുമ്പ് ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ പറയാം, നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കാർബ് കട്ട് ചെയ്യണമെന്ന് നേരത്തെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാർബ് ടോട്ടലി കട്ട് ചെയ്യല്ല, പക്ഷെ കാർബ് ഇപ്പോ അങ്ങനെ ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തന്നെ നമ്മൾ കാർബ് കട്ട് ചെയ്യണമെന്ന് സാധാരണ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഡയറ്റ് പ്ലാൻ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരിക കീറ്റോ ഡയറ്റ് ആണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ കാർബ് എനർജി തരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാ? കാർബാണ് മെയിൻ ഫ്യൂവല്. നമ്മളെ ബോഡിയിലത്തെ മെയിൻ ഫ്യൂവല് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട ക്വാണ്ടിറ്റി അല്ല നമ്മൾ കഴിക്കുന്നത്, ഓവറായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഈ ഷുഗർ ഇതെല്ലാം നമ്മൾ ഡെയിലി എടുക്കുന്നത്. അപ്പം ഇപ്പം ഞാനൊരു മീലിൽ ഇച്ചിരി കാർബോ ആഡ് ചെയ്ത് എടുത്തെങ്കിൽ അത് നെക്സ്റ്റ് മീലിൽ അത് മേക്കപ്പ് ചെയ്യണം. ഇപ്പം 200 ഗ്രാം എടുക്കുന്നിടത്ത് ഞാൻ 300 എടുത്ത്, അപ്പം നെക്സ്റ്റ് മീലിൽ അത് ബാലൻസ്ഡ് ആക്കി എടുക്കും. ഇപ്പോൾ കാർബിനെക്കാട്ടിലും ഭയങ്കര ഡേഞ്ചർ ആണോ ഷുഗർ എന്ന് പറയുമ്പോൾ? ഷുഗർ ഭയങ്കര ഡേഞ്ചറാണ്. അതെങ്ങനെയാ നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിന്റെ സൈഡ് എഫക്ട്സ് നമുക്ക് കാണാൻ പറ്റും? ഇത് ബോഡിന്റെ ഒരു ക്ലാരിറ്റി, ഇപ്പോൾ മസിൽസിന്റെ ക്ലാരിറ്റി മൊത്തം പോകും. ഷുഗർ പെട്ടെന്ന് കവേർഡ് ആവും. അത് പെട്ടെന്ന് എല്ലാം ഗ്ലൂക്കോസ് അല്ലേ, അപ്പോൾ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ. ഓവറായിട്ട് കൊടുക്കുമ്പോൾ എക്സസ് ആയിട്ട് വരും. അത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്താണെങ്കിലും ഫാറ്റ് എന്താണെങ്കിലും ഒക്കെ മെഷർ ചെയ്തിട്ട് കഴിക്കുന്നത് നമ്മൾ അതിനാ. ഇത്ര 1 കിലോ ബോഡി വെയിറ്റിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് ഒരു മെഷർമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയായിട്ടാ? അത് നല്ല ചേഞ്ചസ്. അത് നിങ്ങൾ നോർമലി ഫാറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഷുഗറിന്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ച് വരും.